ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം ഇതാ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കുറച്ച് വിഷ്വലുകളാണ്. ഇത് ഹീറോയിസം അല്ല മക്കളെ, ഇത് കട്ട വില്ലനിസമാണ്. വരാൻ പോകുന്ന എന്തോ വലിയൊരു സംഭവത്തിൻ്റെ ഒരു സൂചന തന്നെയാണ്. ഒടുക്കത്തെ സ്വാഗ്, മമ്മൂക്ക, ട്രൂലി ഇൻ്റർനാഷണൽ. ഈ ഒരു വർഷം താരതമ്യേന കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് മമ്മൂക്കയ്ക്ക് ബോക്സ് ഓഫീസിലും ഒപ്പം അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലും ഉണ്ടായ ആ ഒരു റീവാമ്പ്, ആ ഒരു തിരിച്ചുവരവ് എന്നുള്ള സാധനം ഒന്ന് ഡിക്ലൈൻ ആയ ഒരു വർഷം തന്നെയാണ് 2025. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് പ്രശ്നങ്ങളുണ്ടായി. അതിനു പുറമെ 2 റിലീസായിട്ടുള്ള സിനിമകളുടെ OTT റൈറ്റ്സ് പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പല രീതിയിലും പല ഭാഗത്തു നിന്നും ഒരുപാട് ഊക്കലുകളും അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം എന്ന രീതിയിൽ പ്രേക്ഷകർക്കും ഒപ്പം മമ്മൂക്കയുടെ ഡൈഹാർഡ് ഫാൻസിനും വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കളങ്കാവല്. റിലീസ് ഡേറ്റുകൾ ഒരുപാട് തവണ നീട്ടിവെച്ച് അവസാനം ഡിസംബർ 5 കളങ്കാവല് നമ്മളുടെ അടുത്തേക്ക് എത്തുകയാണ്. പക്ഷെ അതിനു മുമ്പ് ഈ ഒരു സിനിമ മമ്മൂക്കയുടെ ആദ്യത്തെ 100 കോടി ചിത്രമായി മാറുമോ എന്നുള്ള ആ ഒരു ചോദ്യം പല ആളുകളുടെയും മനസ്സിലുണ്ട്. ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഒരു പക്ഷേ എനിക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിലേക്ക് പോയിന്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് ആദ്യം പോയ ശേഷം കളങ്കാവലിന്റെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. എന്തുകൊണ്ട് കളങ്കാവൽ 100 കോടി ക്ലബിൽ കയറാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് സാധ്യത കുറവുകൾ എന്നുള്ളത് ഞാൻ ആദ്യം പറയാം. പോയിന്റ് നമ്പർ 1 എന്ന് പറയുന്നത് ഈ കളങ്കാവൽ എന്നുള്ള സിനിമയുടെ റിലീസ് ഡേറ്റ് തന്നെയാണ്, ഡിസംബർ 5. നമുക്ക് എല്ലാവർക്കും അറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഏകദേശം ഒരു ക്ലൈമാക്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും ഈ സിനിമ ഇറങ്ങുന്ന സമയം. പ്രചാരണം, ബാക്കിയുള്ള കാര്യങ്ങൾ, കാരണം 9-ാം തീയതി തൊട്ട് വോട്ടിംഗ് തുടങ്ങുകയാണ്. ആ ഒരു സമയത്താണ് ശരിക്കും ഈ സിനിമ റിലീസായി വരുന്നത്. അത് ഈ സിനിമയെ എത്രത്തോളം ഇമ്പാക്ട് ചെയ്യുന്നുള്ളത് ഒരു വളരെ വലിയ ഒരു കാര്യം തന്നെയാണ്. ഈ രണ്ടാമത് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ സിനിമയുടെ ഒരു ജോൺറയാണ്. കാരണം ഇതൊരു നോർ ത്രില്ലർ അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ കാറ്റഗറിയിൽ പെടുന്ന ഒരു സിനിമയാണെന്നാണ് ഇതിൻ്റെ മേക്കേഴ്സ് അവകാശപ്പെടുന്നത്. മലയാള സിനിമയുടെ ചരിത്രം നോക്കുവാണെങ്കിൽ ത്രില്ലർ കാറ്റഗറിയിൽ നിന്നും ഒരു 100 കോടി 200 കോടി ക്ലബിലേക്കൊക്കെ കയറിയിട്ടുള്ള സിനിമകളുടെ എണ്ണം വളരെ കുറവാണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഡിസംബർ 18 റിലീസായിരിക്കുന്ന ഭയഭക്തി ബഹുമാനം എന്നുള്ള ദിലീപിന്റെ ചിത്രമാണ്. ദിലീപിന്റെ ഒരു വലിയ തിരിച്ചുവരവാൻ സാധ്യതയുള്ള ഒരു സിനിമ തന്നെയാണ് ഭയഭക്തി ബഹുമാനം. അപ്പോൾ ആ സിനിമയുടെ റിലീസ് ഒരു പക്ഷേ ഈ സിനിമയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കളക്ഷനെ ഒരു ചെറിയ രീതിയിലെങ്കിലും ബാധിക്കാൻ സാധ്യതയുള്ള ഒരു ഘടകം തന്നെയാണ്. ഇനി നാലാമത്തെ പോയിന്റ് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു വലിയൊരു ഫാക്ടറായിട്ട് ഒരുപാട് ഫാൻസ് ഉൾപ്പെടെ പറയുന്നത് മമ്മൂട്ടി കമ്പനി ഈ കളങ്കാവലിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയാണ്. വളരെ ഡിസപ്പോയിന്റിംഗ് ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഈ 4 കാര്യങ്ങൾ തൽക്കാലം നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എന്തുകൊണ്ട് ഈ സിനിമ 100 കോടി ക്ലബിലേക്ക് കയറും എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഏറ്റവും ആദ്യം പറയാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് മമ്മൂക്ക എന്നുള്ള നടൻ തന്നെയാണ്. കാരണം ഇതിനു മുമ്പ് മമ്മൂക്ക കുറച്ചൊരു വില്ലൻ ഷെയ്ഡിലുള്ള കഥാപാത്രങ്ങൾ ചെയ്തപ്പം മലയാളികൾക്ക് കിട്ടിയ ശരിക്കും മുത്തുകൾ പോലെയുള്ള ക്യാരക്ടേഴ്സും സിനിമകളുമാണ്. നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. വിധേയനിലെ ഭാസ്കര പട്ടേലർ, ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഭ്രമയുഗത്തിലെ ചാത്തനായിട്ട്. ഇനി കുറച്ച് 2010 പോവുകയാണെങ്കിൽ മുരിക്കിൻകുന്നത്ത് അഹമ്മദ് ഹാജിയെ ഓർക്കാത്ത ഒരൊറ്റ മലയാളി സിനിമാ പ്രേക്ഷകനും ഉണ്ടാവില്ല എന്ന് അടിവരായിട്ട് പറയാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് ചെയ്ത് ഫലിപ്പിച്ച മമ്മൂക്ക നിറഞ്ഞാടുകയാണെങ്കിൽ ആ സിനിമ തീർച്ചയായിട്ടും ഒരു 100 കോടി ക്ലബിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ബിൽഡപ്പും ഈ ഒരു കാലയളവും മമ്മൂക്കയുടെ കുറച്ചൊന്ന് ഒരു സെറ്റ് ബാക്കിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനും ഒരു നല്ല സിനിമ വരുമ്പം ആ സിനിമ തീർച്ചയായിട്ടും ആഘോഷിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ 2 ഭാഗങ്ങളും നമ്മൾ നോക്കുമ്പം നമുക്ക് കൃത്യമായിട്ടൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റില്ല എങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, ഈ സിനിമയുടെ ടെക്നിക്കൽ ക്വാളിറ്റി വിൽ ബി ടോപ്പ് നോച്ച്. അതിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അതിനൊപ്പം തന്നെ മമ്മൂക്കയുടെ ഈ സിനിമയിലെ പെർഫോമൻസ് തീർച്ചയായിട്ടും അപ്പുറത്ത് വിനായകനെ പോലെയുള്ള ഒരു ഗംഭീര നടൻ കൂടി വരുമ്പോൾ ആ സിനിമയുടെ ആക്ടിങ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ഔട്ട്സ്റ്റാൻഡിങ് ലെവലിലേക്ക്
പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ കളങ്കാവൽ റിലീസായ ശേഷം ആ സിനിമയുടെ ഒരു റിവ്യൂമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടെ പറയാനുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി ഇഷ്ടമായിട്ടില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് വരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, നിങ്ങൾക്കുള്ള മറുപടികൾ ഞാൻ അവിടെ തരുന്നതായിരിക്കും. Until we meet again, this is bye from Jot SP K.